ഹായ് ഓൾ, കളിയാട്ടച്ചന്ത കാണാൻ പോയാലോ? ഇന്നലെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായതുകൊണ്ട് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വരാമെന്ന് വിചാരിച്ചു. ഇന്ന് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ തലപ്പാറ ഇറങ്ങി കേട്ടോ. തലപ്പാറ മുതൽ മുട്ടിച്ചിറ വരേക്കും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. കുട്ടികളൊക്കെ ആയിട്ട് വന്നാൽ നമുക്ക് ഷോപ്പ് മൊത്തം വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ ആയിരിക്കും കേട്ടോ. ഒരുപാട് ടോയ്സ്, അതേപോലെ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഫാൻസി ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഉമ്മമാരായിട്ട് വന്നാൽ പറയണ്ടല്ലോ, ചെടി, അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷത്തൈകൾ ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം റേറ്റിലാണ് ഇവർ കൊടുക്കുന്നത്. ഇവരിവിടുന്ന് ഒഴിവാക്കുന്ന ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് കുറഞ്ഞ വിലക്കൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ എത്തുന്നത് ഫാൻസി ഐറ്റംസൊക്കെ ഉള്ള, അതുപോലെ ടോയ്സൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്കായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും മാങ്കോയിസ്റ്റ്, അതുപോലെ മാങ്ങ ഒക്കെ കായ്ച്ചു നിൽക്കുന്ന ഒരു ഭാഗത്തെത്തിട്ടോ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി നിന്ന്. പിന്നെ ഒരുപാട് ഫ്ലവേഴ്സിൻ്റെ വിത്തുകൾ, പിന്നെ ഈ ഒരു സംഭവം നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റോഡ് ബ്ലോക്ക് ആവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഷോപ്പിൽ അധിക ടൈമൊന്നും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടുപോവുക എന്നുള്ളത് മാത്രമായിരുന്നു. കാരണം നമ്മളൊരാൾ കൂടുതലായിട്ട് നമ്മളവിടെ കൂടി നിൽക്കുമ്പോൾ റോഡ് ബ്ലോക്ക് ആവുകയാണ്. നമ്മൾ റോഡിൻ്റെ അടുത്ത് ആണ് ഈ വഴിയോര കച്ചവടമൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. സാധാരണ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഒന്നെങ്കിൽ മഴ അല്ലെങ്കിൽ വെയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് നല്ല കാലാവസ്ഥ ആയിരുന്നു. പിന്നെ ആ ഒരു ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ അതുപോലെ തന്നെ കേട്ടോ. ആ ഉത്സവം നടക്കുന്ന ടൈമിൽ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ കച്ചവടക്കാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ദയനീയമാണ് കേട്ടോ, ആലോചിച്ച് നോക്കിയാൽ. കാരണം മഴ വരുമ്പോൾ ഇവർ ഈ സംഭവം മൊത്തത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് എടുത്തു വെക്കേണ്ട ഒരവസ്ഥയും, പിന്നെ മഴ കഴിയുമ്പോൾ അതൊക്കെ പുറത്തേക്ക് എടുക്കേണ്ട ഒരവസ്ഥയാണ് കേട്ടോ. പിന്നെ ചെറിയ കുട്ടികളെ ഹെയർ ആക്സസറീസൊക്കെ ഉള്ള ഒരു ഭാഗത്തായിട്ട് എത്തിയത്. അപ്പോൾ അവിടെ ഒരുപാട് കുട്ടികളെ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ടോയ്സും കാര്യങ്ങളും, പിന്നെ അതേപോലെ ഒരുപാട് മാല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, ഈ ഒരു ജാറുകളൊക്കെ കാണാൻ, ഭരണി കാര്യങ്ങളൊക്കെ. പിന്നെ പഴയ കാലത്തൊരു അമ്മി, ഇതൊക്കെ ഹെയർ ആക്സസറീസും കാര്യങ്ങളും കേട്ടോ. പിന്നെ ഈ ഒരു മെഹന്തി സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും കുട്ടികളെ ടോയ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കറ്റാർവായ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചില കച്ചവടമൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ പോപ്കോണ്, കടല, അതുപോലെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ജാറ് ഒരുപാട് ഭാഗത്ത് ഇവർ വെക്കുന്നുണ്ട്. പിന്നെ ചെരുപ്പ്, കുട്ടികളെ കളിക്കുന്ന ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിനിടയിൽ കുടക്കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ദീപാവലി മുട്ടായി കാര്യങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ ഇതിനിടയിൽ എന്തൊക്കെയോ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വൃക്ഷത്തൈകൾ, പിന്നെ നമ്മുടെ എയർ ബലൂണ്, പിന്നെ 100 രൂപ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സംഭവങ്ങൾ ഇവിടെ, കളിക്കോപ്പും കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടോ. ഇനി വർക്ക് ചെയ്യുമോ എന്ന് അറിയണമല്ലോ. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. മോൻക്ക് ഈ ഒരു ടോയ്സും വാങ്ങിയിട്ടുണ്ടായിരുന്നു.